നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ കാർത്തിക ഉണ്ടല്ലോ ഇവിടെ തന്നെ ഉണ്ടാകും, വിഷ്ണുവിന്റെ ഭാര്യയായിട്ട്. എടി, നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? ഷോ, എന്തൊരു ഇരിപ്പാടി ഇത്. എഴുന്നേറ്റേ, പെട്ടെന്ന് റെഡിയാവ്, നമുക്ക് ഒരുമിച്ച് അമ്പലത്തിൽ പോവാം. ഞാൻ മറ്റൊരു ദിവസം പോയിക്കോളാം അമ്മേ. ഇന്നെന്തോ ഒരു ഉത്സാഹം തോന്നുന്നില്ല. എടി, അതുകൊണ്ടാ പറഞ്ഞത് അമ്പലത്തിലേക്ക് വരാൻ. മനസ്സിലെ സങ്കടങ്ങൾ പറഞ്ഞ് മനസ്സൊരുക്കി പ്രാർത്ഥിച്ച ഒരാശ്വാസം കിട്ടും. വാ, എഴുന്നേക്ക്, റെഡിയാവ്. വാടി. എടി മോളെ, എഴുന്നേക്ക്. നീ ഇതുവരെ പോയില്ലേ ശാരദ? ക്ഷേത്രത്തിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് എന്താ കാര്യം? അത് ഞാൻ ഇവളെ കൂടെ വിളിക്കുകയായിരുന്നു. നല്ലൊരു ദിവസമായിട്ട് അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ച അത് നല്ലതല്ലേ? നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ആവുമെങ്കിലോ? ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമ്മളായിട്ട് ഉണ്ടാക്കി വെക്കുന്നതല്ലേ ശാരദ? അതിന് ദൈവത്തെ പഴി പറഞ്ഞിട്ട് എന്താ കാര്യം? ഓ, രാവിലെ തന്നെ തുടങ്ങല്ലേ ഗോപാലേട്ടാ. അവള് വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ പൊക്കോളാം. ഇനിയിപ്പൊ ഞാൻ അമ്മ പറഞ്ഞിട്ട് കേട്ടില്ലെന്ന് വേണ്ട. ഞാൻ പോകുന്ന വഴിക്കൊരു ക്ഷേത്രമുണ്ട്, ഞാൻ അവിടെ പോയിട്ട് പൊക്കോളാം. അതുപോലെ ശരി. ശാരദാമ്മേ, ഓ പോണ്ടേ? ആ, പോവാം. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം. പോവാം. അച്ഛനും പോവായിരുന്നില്ലേ? ക്ഷേത്രവും പ്രാർത്ഥനയും ഒരുപാട് നടത്തിയും കേറി ഇറങ്ങിയും അടുത്തതിന് ശേഷവും മോളെ അച്ഛനെ ഇരിപ്പിരിക്കുന്നേ. ഓർക്കുമ്പോ നല്ലതൊന്നും ഓർമ്മയിൽ വരുന്നുമില്ല. വരാനായിട്ട് നല്ലതൊന്നും ചെയ്തിട്ടുമില്ല. ആ, ഇനി ഇങ്ങനെയൊക്കെ അങ്ങ് തീരണം. പക്ഷെ മോളെ, അതിനു മുമ്പ് നിന്റെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാവണം. അതിനിപ്പോ എന്താ മോളെ നമ്മുടെ മുന്നിലുള്ള വഴി? ഇനിയിപ്പോ സത്യാമ്മയ്ക്ക് മുന്നിൽ ചെന്ന് നിൽക്കണമെങ്കിൽ ഹർഷൻ എവിടെയാണെന്ന് അറിയണോ അച്ഛാ? അച്ഛനും ആവുന്ന പോലെയൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അഴിക്കും തോറും മുറുകുന്ന കുരുക്ക് പോലെയാ കാര്യങ്ങള്. ഇനി അയാള് മനഃപൂർവ്വം കൺവെട്ടത്തിൽ നിന്ന് മാറി നിന്ന് കാർത്തികയുടെ നീക്കങ്ങൾ അറിയാണോന്ന് നമുക്കറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ആൾ ഈ നാട്ടിൽ തന്നെ എവിടെയോ ഉണ്ട്. അമ്മ പറഞ്ഞതുപോലെ നമ്മളൊക്കെ വിളിക്കുന്ന ഈശ്വരന്മാര് കൂടെയുള്ളപ്പോ അയാളെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നത് തന്നെയാ ഞാനും വിശ്വസിക്കുന്നത്. ഹലോ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.